ഡിയർ സ്റ്റുഡൻസ്, റിവിഷൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായും 2 മോട്ടിവേഷൻ തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. എബ്രാഹം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയും മെക്ലെനൻ്റെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് തിയറിയും. എബ്രാഹം മാസ്ലോ മനുഷ്യാവശ്യങ്ങളെ 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എക്സ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇവിടെ മെക്ലെനൻ്റെ മോട്ടിവേഷൻ തിയറി നോക്കാം. മെക്ലെനൻ്റെ പ്രചോദന സിദ്ധാന്തമാണ് ആർജിത ആവശ്യ സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് 3 ആവശ്യങ്ങളാണുള്ളത്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹം, അതാണ് അച്ചീവ്മെൻറ്റ് നീഡ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം. രണ്ടാമത്തത് സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അത് നിലനിർത്താനുമുള്ള ആവശ്യം, അതാണ് അഫിലിയേഷൻ. സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അത് നിലനിർത്താനുമുള്ള ആവശ്യം. മൂന്നാമത്തതാണ് അധികാരവും നിയന്ത്രണവും നേടുന്നത് വഴി മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആവശ്യം, അതാണ് പവർ. അപ്പോൾ എന്തൊക്കെയാണ് മെക്ലെനൻ്റെ പ്രധാനമായും മനുഷ്യാവശ്യങ്ങളെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവർ. ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവർ. അതായത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം, സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള ആഗ്രഹം, അധികാരവും നിയന്ത്രണവും നേടുന്നത് വഴി മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആവശ്യം. ഇവയാണ് മനുഷ്യാവശ്യങ്ങൾ മെക്ലെനൻ്റെ അഭിപ്രായത്തിൽ. ഒന്നുകൂടി നോക്കാം. മെക്ലെനൻ്റെ ഒരു പ്രചോദന സിദ്ധാന്തമാണ് ആർജിത ആവശ്യ സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് പ്രധാനമായും 3 ആവശ്യങ്ങളാണുള്ളത്: ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുവാനുള്ള ആഗ്രഹം, സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അത് നിലനിർത്താനുമുള്ള ആവശ്യം, അധികാരവും നിയന്ത്രണവും നേടുന്നത് വഴി മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആവശ്യം. ഈ ക്ലബ്ബ് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥികളിൽ സംരംഭത്വ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും ആരംഭിച്ചിരിക്കുന്ന ക്ലബ്ബാണ് ഇ ഡി ക്ലബ്ബ്. എന്താണ്? വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും ആരംഭിച്ചിരിക്കുന്ന ക്ലബ്ബാണ് ഇ ഡി ക്ലബ്ബ്. ഹയർ സെക്കൻഡറിയിലും അതിനു മുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇ ഡി ക്ലബ്ബ് ആരംഭിക്കാം. ഹയർ സെക്കൻഡറിയാണ് മിനിമം. ഹയർ സെക്കൻഡറിയിലും അതിനു മുകളിലേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അതായത് കോളേജുകളിലുമൊക്കെ ഇ ഡി ക്ലബ്ബ് ആരംഭിക്കാം. ചുരുങ്ങിയത് 25 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എത്രയാണ്? 25. ചുരുങ്ങിയത് 25 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണം. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനൊരു അധ്യാപിക ഉണ്ടായിരിക്കണം. ഇ ഡി ക്ലബ്ബ് നടപ്പിലാക്കുന്ന ഏജൻസിയാണ് DIC. ഇത് ചോദിക്കാറുള്ളതാണ് വൺ വേർഡായിട്ട്. ഇ ഡി ക്ലബിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ് DIC, അതായത് ജില്ലാ വ്യവസായ കേന്ദ്രം. ഒന്നുകൂടി ഇ ഡി ക്ലബ്ബ് നോക്കാം. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും ആരംഭിച്ചിരിക്കുന്ന ക്ലബ്ബാണ് ഇ ഡി ക്ലബ്ബ്. ഹയർ സെക്കൻഡറിയിലും അതിനു മുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇ ഡി ക്ലബ്ബ് ആരംഭിക്കാം. ചുരുങ്ങിയത് 25 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണം. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ഒരു അധ്യാപിക ഉണ്ടായിരിക്കണം. ഇ ഡി ക്ലബ്ബ് നടപ്പാക്കുന്ന ഏജൻസിയാണ് DIC, ജില്ലാ വ്യവസായ കേന്ദ്രം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഡി ക്ലബ്ബ് നോക്കാം. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക. എന്താണ്? വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക. സംരംഭകരുമായി സംസാരിക്കാൻ അവസരം നൽകുക. സംരംഭകരുമായി സംസാരിക്കാൻ അവസരം നൽകണം. വിദ്യാർത്ഥികളിലെ സംരംഭകത്വ കഴിവുകൾ മനസ്സിലാക്കുക. വിദ്യാർത്ഥികളിലെ സംരംഭകത്വ കഴിവുകൾ മനസ്സിലാക്കുക. സാമ്പത്തിക വ്യവസായ വികസന അറിവുകൾ നൽകുക. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക. സംരംഭകരുമായി സംസാരിക്കാൻ അവസരം നൽകുക. വിദ്യാർത്ഥികളിലെ സംരംഭകത്വ കഴിവുകൾ മനസ്സിലാക്കുക. സാമ്പത്തിക വ്യവസായ വികസന അറിവുകൾ നൽകുക. ഇതൊക്കെയാണ് ഇ ഡി ക്ലബിൻ്റെ ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യങ്ങൾ. ഇനി ഫങ്ഷൻസ് ഓഫ് ആൻ ഇ ഡി ക്ലബ്ബ് നോക്കാം. സംരംഭകരുമായി ചർച്ചകൾ നടത്തുക, വ്യവസായ സന്ദർശനം നടത്തുക, സംരംഭകത്വ ക്ലിനിക്കുകൾ സംഘടിപ്പിക്കുക, സംരംഭക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. സംരംഭകരുമായി ചർച്ചകൾ നടത്താം, വ്യവസായ സന്ദർശനം നടത്താം, സംരംഭകത്വ ക്ലിനിക്കുകൾ സംഘടിപ്പിക്കാം, സംരംഭക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാം. ഒന്നുകൂടി നോക്കുക. സംരംഭകരുമായി ചർച്ചകൾ നടത്തുക, വ്യവസായ സന്ദർശനം നടത്തുക, സംരംഭകത്വ ക്ലിനിക്കുകൾ സംഘടിപ്പിക്കുക, സംരംഭക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് ഇ ഡി ക്ലബിൻ്റെ ധർമ്മങ്ങൾ. ളുടെ ഒരു ശൃംഖല വഴി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിറ്റഴിക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ്? ആളുകളുടെ ഒരു ശൃംഖല വഴി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിറ്റഴിക്കുന്നു. അതായത് ഉപഭോക്താക്കളാണ് പിന്നെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്.
ആളുകളുടെ ഒരു ശൃംഖല വഴി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിറ്റഴിക്കുന്ന രീതിയാണിത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും ഇതിനു പറയുന്നു. ഉദാഹരണം RCM, RMB, ആംവേ. എന്താണ്? ആളുകളുടെ ഒരു ശൃംഖല വഴി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിറ്റഴിക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും ഇതിന് പറയുന്നു. RCM, RMB, ആംവേ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ.